നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 20. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. ഗിലെയാദിൽ സുഗന്ധതൈലം ഇല്ലയോ? അവിടെ വൈദ്യനില്ലയോ? എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? 2024 എന്നൊരു വർഷം തീരാൻ തുടങ്ങുന്നു. എത്ര പെട്ടെന്ന് ഈ വർഷം കടന്നു പോകുന്നു. 12 മാസം ദൈവകൃപയിൽ ജീവിപ്പാനും വളരുവാനും ദൈവം നമുക്ക് അവസരവും അനുവാദവും ഒക്കെ തന്നിരിക്കുന്നു. ചിലയിടങ്ങളിൽ ദൈവം ഒരു കൃഷിക്കാരനെ പോലെയാണ് സംസാരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നു, കൊയ്ത്ത് വളരുണ്ട്, സത്യം വേലക്കാരി ചുരുക്കം. കേൾവിക്കാരെല്ലാം കൃഷിക്കാരാണെങ്കിൽ പ്രസംഗിക്കുന്ന ആളുടെ പ്രസംഗത്തിൻ്റെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉദ്ദേശം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയും കർത്താവ് ദൈവം ഒരു കൃഷിക്കാരനെ പോലെ സംസാരിക്കുന്നു. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. കർഷകൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അനുഭവമാണ് കൊയ്ത്തുകാലം. ദീർഘനാളത്തെ വിയർപ്പ്, അധ്വാനം, ഉറക്കളപ്പ്, ആകുല ചിന്ത, ടെൻഷൻ ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ് കൊയ്ത്ത്. കൊയ്യുന്നവർ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും പാട്ടുണ്ടായിരുന്നു. കൃഷിക്കാരും ഒന്നിച്ചു ചേർന്ന് പാട്ട് പാടുമായിരുന്നു. വിതയ്ക്കുമ്പോൾ പാടും, ഞാറ് നടുമ്പോൾ പാടും, കൊയ്യുമ്പോൾ പാടും, മെതിക്കുമ്പോൾ പാടും. ഹൃദയത്തിൻ്റെ സന്തോഷമാണ്. കൊയ്ത്ത് കഴിയുമ്പോൾ എന്ത് സന്തോഷമാണ്! കൊയ്ത്തിലുള്ള പാടശേഖരങ്ങൾ ചെല്ലുമ്പോൾ അറിയാം, കൊയ്ത്തുകാർക്ക് സന്തോഷം, മെതിക്കുന്നവർക്ക് സന്തോഷം, മെതി അളന്ന് കിട്ടുന്ന നെല്ലിന് സന്തോഷം, പക്ഷിമൃഗാദികൾക്ക് സന്തോഷം, കന്നുകാലികളെ തീറ്റുന്നവർക്ക് സന്തോഷം, താറാവിനെ തീറ്റുന്നവർക്ക് സന്തോഷം. പലതരത്തിലാണ് കൊയ്ത്ത് കാലത്തിൻ്റെ അനുഭവവും സന്തോഷവും. ഒരു കൃഷിയെക്കുറിച്ചുള്ള സന്തോഷം പൂർണ്ണമാകുന്ന ഒരു കൃഷിക്കാരൻ്റെ സന്തോഷത്തിലാണ് ആദ്യ ഭാഗത്തെ ദൈവം പറയുന്നത്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട നാളുകളൊക്കെയാണ് ലഭിച്ചത്. എന്നാൽ പിന്നീട് ഒരു ദുഃഖമാണ് പിന്നെ പറയുന്നത്, എൻ്റെ ജനം രക്ഷിക്കപ്പെട്ടില്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം, സന്ദേഹം എല്ലാം അറിയുന്നവനായിരിക്കണം വൈദികരും ജനവും. ദൈവത്തിൻ്റെ ഹൃദയം വായിക്കാൻ അറിയുന്നവനായിരിക്കണം വിശ്വാസ സമൂഹം. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഈ കാലഘട്ടത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ കാലഘട്ടത്തിൻ്റെ സന്തോഷം എന്താണ്? ഈ കാലഘട്ടത്തിൻ്റെ നഷ്ടം എന്താണ്? ഭൗതിക വളർച്ചയിൽ ആണ് ആത്മീയത എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം കൂടിയുണ്ട്. ക്രിസ്ത്യാനികളാകാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ക്രിസ്ത്യാനികളായി കഴിഞ്ഞ ശേഷം പണസമ്പാദനത്തിന് അതൊരു മുഖാന്തരം എന്നൊരു ചിന്തയുണ്ട്. ഞാനൊരു സൈക്കിളും പോലും കാണാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ എനിക്കൊരു സൈക്കിൾ കിട്ടിയപ്പോൾ 4 വീല് ഉള്ള ഒരു കാറിന് വേണ്ടി അപേക്ഷിച്ചു. ദൈവം കാറ് തന്നു. ഇങ്ങനെ പടിപടിയായി പറഞ്ഞു പോകുന്നതല്ലാതെ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച് നഷ്ടപ്പെട്ടവന് ആരുണ്ട് എന്ന് ചിന്തിക്കേണ്ട കാലം ഇതാണ്. കർത്താവിന് സുവിശേഷത്തിന് വേണ്ടി നഷ്ടം സ്വീകരിച്ചവരാരാണ്? നഷ്ടപ്പെട്ടവരാരാണ്? പഠിക്കാൻ പറ്റാഞ്ഞത്, ഉദ്യോഗം കിട്ടാഞ്ഞത്, രോഗത്തിൻ്റെ ഇതിലൊക്കെ വന്നപ്പോഴെല്ലാം ദൈവവും സുവിശേഷം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ മധ്യത്തിൽ വീണു പോകുന്ന അനേകരുണ്ട്. ഭൗതിക വളർച്ചയാണ് ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് ചിന്തിക്കുന്ന രീതിയിലുണ്ട്. ഇത് ആത്മീയമായി ഉയർച്ച പറ്റിയ ഒരു ദിവസമാണ്. നിങ്ങളിപ്പോൾ 75 വർഷമായി നിങ്ങൾ ഈ പള്ളി ഇവിടെ ഉണ്ടായിട്ട് ഈ മണ്ണിൽ വന്നത്. 75 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ പൂർവികരെല്ലാവരും ഇന്ന് ശവക്കല്ലറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ എങ്ങനെ ഇന്നത്തെ ചുറ്റുപാടിനെ കാണും? വാസ്തവമായി മനോഹരമായ ഒരു പള്ളി, ആരാധനയ്ക്കുള്ള ചുറ്റുപാട്, നല്ല രീതിയിൽ പഠിപ്പുള്ള മക്കൾ, താലന്തുള്ള മക്കൾ എല്ലാം കാണുമ്പോൾ അവർ കവിണ് വീണ് ദൈവത്തെ നമസ്കരിക്കുമായിരുന്നു. അയ്യോ ദൈവമേ, പട്ടിണി ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു കാലം, അതിൽ നിന്നൊക്കെ തന്ന വിടുതൽ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്നൊരു കാലം, വഴിയില്ലാതിരുന്നൊരു കാലം, ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലം, ലോകമഹായുദ്ധം കഴിഞ്ഞ് വളരെ വളരെ പണിപ്പെട്ട് കഴിഞ്ഞിരുന്നൊരു കാലം. ഇതിൽ നിന്നൊക്കെ ദൈവം തന്ന വിടുതൽ, ഇന്നത്തെ ഒരു കാലം നോക്കുമ്പോൾ അത്ഭുതകരമായ വളർച്ചയാണ് സഭയ്ക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ദൈവത്തെ മറക്കുന്ന ഒരു കാലം കൂടിയാണിത്. ദൈവഭയമില്ലാത്തൊരു കാലമാണിത്. ആരും ചോദിക്കില്ല എന്ന് പറയുന്ന ഒരു കാലമാണിത്. സുവിശേഷം പറയണ്ട എന്ന് പറയുന്നൊരു കാലമാണ്.
സുവിശേഷം പറഞ്ഞാൽ അത് എന്നുള്ള വ്യഗ്രതയെ താല്പര്യവും കാണിക്കാത്തൊരു കാലമായിട്ടിത്. മാർഗത്തിൽ സുവിശേഷം ഇല്ലാത്ത ഒന്നാണ്. ഹൃദയത്തിനുള്ളിൽ യേശു ഇല്ലാത്തൊരു കാലം പോലെ വന്നിരിക്കുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പറഞ്ഞു, 75-80 വർഷം മുൻപ് ഈ നാട്ടിലെ മറ്റ് മതക്കാർ കൊപ്ര ആട്ടിച്ച് വരുമ്പോൾ അവർ ക്രിസ്ത്യാനിയെ അന്വേഷിച്ച് പോകുമായിരുന്നു. വരിക, തൊടുക, ഈ എണ്ണ ശുദ്ധമാവട്ടെ, എന്തെന്നാൽ നീ ശുദ്ധമുള്ളവനും പരമാർത്ഥതയുള്ളവനുമാണ്, ദൈവഭയമുള്ളവനും ദൈവമുള്ളവനുമാണ്, ക്രിസ്ത്യാനിയെ വരിക എന്ന് പറയുമായിരുന്നു. മലയാള മാസം 1-ാം തീയതി ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കയറ്റുമായിരുന്നു. ഈ വീട്ടിന് ഈ മാസം നന്മയുണ്ടാകാൻ ക്രിസ്ത്യാനി വരണം. തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്ന ഒരു കാലം ആയിരുന്നു. വെളിപ്പാടകലം മാത്രമേ യാത്ര ചെയ്യാനും സഞ്ചരിക്കാനും ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പോൾ ക്രിസ്ത്യാനിയെ തൊട്ടാൽ മതിയായിരുന്നു അശുദ്ധൻ ശുദ്ധനാകുന്ന ഒരു കാലം ഈ മണ്ണിൽ, ഈ രാജ്യത്ത്, ഈ ദേശത്തുണ്ടായിരുന്നു. വളരെ സാധാരണക്കാരായ നമ്മുടെ പൂർവികരെ എങ്ങനെയാണ് ജനം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതെന്ന് ചോദിച്ചാൽ, അവരുടെ ഉള്ളിൽ ദൈവമുണ്ടായിരുന്നു, കർത്താവുണ്ടായിരുന്നു, യേശു ഉണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ മാർഗത്തിൽ വ്യതിചലിക്കാതെ നേരെ നിന്ന മനുഷ്യരാണ്. ഇന്ന് നമുക്ക് ധനസമൃദ്ധി ഉണ്ടാകുമ്പോൾ ദൈവഭയം കുറഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് ഈ ബെഞ്ചിലിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആരാണ്? നമ്മുടെ കൂർലോസ് സിനിമയിലെ അടുത്ത സമയത്ത് കുട്ടികൾ ആളുകളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ബെഞ്ചിലിരിക്കാൻ കാരണം ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരുടെ പ്രാർത്ഥന, അവരുടെ ധ്യാനം, പഠിപ്പും വിദ്യാഭ്യാസമൊന്നുമില്ല ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ കർത്താവിനോടും വിശ്വാസത്തോടും വചനത്തോടും ഒന്നിച്ച് നിന്ന് ബന്ധിച്ച് നിന്നതിൻ്റെ വളർച്ചയുടെ ഫലമാണ്, എക്സ്പ്രഷനാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാനെപ്പോഴും പള്ളിയിൽ വരുമ്പോൾ അന്വേഷിക്കാൻ നോക്കുന്നത് പിള്ളേരെയാണ്. ഇവിടെ ഒരു തല മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ബാക്കി ഒരുത്തനും ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് മക്കളില്ലാത്ത പള്ളിയാണ്. 75 വർഷം കൂടുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തു. നിങ്ങൾ 100 ആകുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? പ്ലാനിങ് വേണമെന്ന് പറയും. വീടിനെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് എല്ലാം ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പിള്ളേരെവിടെ? എന്തിന് ജൂബിലി? ആര് കാണാനും കേൾക്കാനുമാണ്? ഇത് നിങ്ങളെ എന്തുകൊണ്ട് നൊമ്പരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സ്ഥാനം. ഇതാണ് സഭയ്ക്ക് എന്ന് വരുന്ന പ്രശ്നം. മക്കളെല്ലാം രാജ്യം വിട്ടു പോകുന്ന പോലെ പ്രായം ചെന്നവരെ കൂടി വരുന്ന ഒരു കാലം, അവരെ കൊണ്ട് നിറയുന്ന ഒരു പള്ളികൾ. നല്ല കാര്യമാണ്. എന്നാൽ പോലും കുട്ടികളെവിടെ? ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, കുട്ടികളെവിടെ? നിങ്ങളെല്ലാം നന്നായി ചെയ്തു, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? ആകെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉള്ള ദൈവം തന്ന ധനം മക്കൾ മാത്രമാണ്, വേറൊന്നും കൊണ്ടുപോകാനില്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബിൻ്റെ കഥ വായിക്കുമ്പോൾ യാക്കോബിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നു. മിസ്രൈമിൽ മന്ത്രിയായ ജോസഫിനെ കുറിച്ച് പറയുന്നു. മിസ്രൈമിൽ ക്ഷാമം ഉണ്ടായെന്ന് പറയുന്നു. ക്ഷാമം തീർക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞു വിടുന്ന അപ്പനായ യാക്കോബിനെ കുറിച്ച് പറയുന്നു. ഇളയ മകന് ബെന്യാമിനെ വിടാതിരിക്കുന്നു. പിന്നെ ബെന്യാമിനുമായിട്ട് ചെല്ലാൻ പറയുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ മന്ത്രിയായ ജോസഫ് പറയുന്നു, ഇവനിവിടെ ഇരിക്കട്ടെ, നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ യഹൂദ പറയുന്നു, അയ്യോ അങ്ങനെ പോകാൻ ഒക്കത്തില്ല, ഇവനെ കൊണ്ടു ചെല്ലാമെന്ന് ഞാനാണ് ഏറ്റത്, ഞാനിവിടെ അടിമയായിരുന്നോളാം, ഇവനെ വിടണം. എന്നിട്ട് യഹൂദ ജോസഫിനോട് പറയുന്നു, ബാലനില്ലാതെ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും? ഈ ഒരു ചിന്ത മാതാപിതാക്കൾക്കുണ്ടാവണം. മക്കളില്ലാതെ എങ്ങനെ സ്വർഗത്തിൽ ചെല്ലും? മക്കളെ കൂടാതെ എങ്ങനെ പോകും? മക്കളില്ലാതെ എങ്ങനെ സ്വർഗത്തിൽ പോകും? ഇത് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതും വേദനപ്പെടുത്തുന്നതും കുട്ടികളെക്കുറിച്ചുള്ള ആഗ്രഹം പോലെ തന്നെ നമുക്കുള്ള ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് വ്യത്യാസം. വീടടക്കം ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ച ഒരു കുടുംബത്തിലാണ് നിങ്ങളെല്ലാവരും പിറന്നത്. നിങ്ങൾ മക്കൾ കൂടെയുണ്ടോ? പള്ളിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല ചിന്ത, വീട്ടിലുണ്ടോ? കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യമുണ്ടോ? സൺഡേ സ്കൂളിൽ കുട്ടികളുണ്ടോ? ആരാധനയിൽ കുട്ടികളുണ്ടോ? ഇതെല്ലാം ഉണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്. സത്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു. ഞാനൊരു കാനഡയിലൊരു പള്ളിയിലെ വികാരിയായിരുന്നു. അവിടെ ഒരാളുടെ 25ാം വിവാഹ വാർഷികം കൊണ്ടാടുന്ന ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. എന്നാലും അദ്ദേഹം ആ ദിവസം ഓർത്തു, എല്ലാവരെയും വിളിച്ചുകൂട്ടി. നല്ല ആൾക്കൂട്ടമുണ്ടായിരുന്നു, നല്ല ഭക്ഷണമുണ്ടായിരുന്നു, എല്ലാവരും പിരിഞ്ഞുപോയി.
എല്ലാവരും പോയപ്പോൾ ഞാനും അദ്ദേഹം മാത്രം വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഒരു അവിടെ നടുക്കത്തെ മുറിയിലിരുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, 25 വർഷം കൂട്ടി നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ജീവിതം? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓട്ടസഞ്ചിയിൽ പണം സൂക്ഷിച്ചതുപോലെയാണ്, കിഴുത്തിയുള്ള സഞ്ചിയിൽ പണം നിക്ഷേപിച്ചതുപോലെയാണ് എൻ്റെ ജീവിതം. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയാണ് കാനഡയിൽ വന്ന് ജോലി ചെയ്തത്. ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ ആ ശമ്പളവുമായിട്ട് ഞാൻ എൻ്റെ വിസിറ്റേഴ്സ് മുറിയിൽ വന്നിരുന്ന് ഫാനിൻ്റെ കീഴിൽ ഇരുന്നുകൊണ്ട് എന്നോട് തന്നെ പറഞ്ഞു, ദിസ് ഈസ് മോർ ദാൻ വാട്ട് ദ ഇന്ത്യൻ പ്രസിഡന്റ് ഡ്രോ. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ശമ്പളത്തേക്കാൾ കൂടുതലുണ്ട് ഇത് എന്ന് അന്ന് ഞാൻ പറഞ്ഞ ദിവസമാണ്. ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ കിഴുത്തയുള്ള സഞ്ചിയിലാണ് ജീവിതം, അസ്വസ്ഥമായ കുടുംബജീവിതം, ഒന്നും മേനി പറയാനില്ലാത്തൊരു കാലം. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പെയിൻ എപ്പോഴും നാം അനുഭവിച്ചും മനസ്സിലാക്കി ഉൾക്കൊണ്ടും ഇരിക്കണം. എന്തിനീ ലോക ജീവിതം? ഒരു കൊച്ചു ജീവിതമല്ലേ? അത് നന്നായി ജീവിക്കാനുള്ള എല്ലാം ദൈവം തന്നിട്ടുണ്ട്. വിശ്വാസം, പള്ളി, സഭ, ചുറ്റുപാട്, താലന്തുകളുള്ള മക്കൾ, അനുഗ്രഹീതമായ ആരോഗ്യം എല്ലാം തന്നിട്ട് ദൈവത്തെ നാം മറന്നു പോകരുത്. ഒരിക്കലെങ്കിലും മാനസാന്തരപ്പെടാത്തവൻ ക്രിസ്ത്യാനി അല്ല എന്ന് പറയും, അതും ശരിയാണ്. ആയുസ്സിൽ ഒരിക്കലെങ്കിലും മാനസാന്തരപ്പെടാത്തവൻ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ അതെങ്ങനെയുണ്ട് എന്ന് നോക്കണം. അടുത്ത സമയത്ത് വാട്സപ്പിൽ കണ്ടു, ക്രിസ്ത്യാനികൾ ഏറ്റവും കുറവ് വായിക്കുന്ന ഒരു പുസ്തകം വേദപുസ്തകമാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ അടുത്ത കാലത്ത് വേദപുസ്തകം വായിക്കാറുണ്ട്? നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണാറുണ്ടോ? നിങ്ങളുടെ മക്കൾ വേദപുസ്തകം വായിക്കുന്നത് നിങ്ങൾ കാണാറുണ്ടോ? നിഷ്കർഷിക്കാറുണ്ടോ? വായിക്കണം, പഠിച്ചിരിക്കണം. ഉൽപ്പത്തി തൊട്ട് ഈ പുസ്തകം വായിച്ചിരിക്കണം. കഴിഞ്ഞ വർഷമാണ് എൻ്റെ മൂത്ത സഹോദരൻ അച്ഛൻ കടന്നു പോകുന്നത്. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടെയുള്ള നഴ്സുമാരെ കൊണ്ടെല്ലാം പ്രതിജ്ഞ ചെയ്യിക്കുമായിരുന്നു, വേദപുസ്തകം മുഴുവൻ വായിക്കാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ കടന്നു പോകുന്നു. അപ്പോൾ മരണസമയം വരെ അച്ഛൻ്റെ നിഷ്കർഷ വേദപുസ്തകം വായിക്കണം. നമുക്കിങ്ങനെ വചനത്തോടും ദൈവത്തോടും ഉള്ള ബന്ധത്തിൽ വളരാൻ പോകണം. ഒരു കണക്കെടുക്കേണ്ട ദിവസമാണല്ലോ ഇയർ എൻഡിങ്. കണക്ക് നോക്കുമ്പോൾ നഷ്ടമാണോ ലാഭമാണോ? ദൈവമായുള്ള ബന്ധത്തിൽ എങ്ങനെ ഇരുന്നു? ദൈവം നിങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുമോ ദുഃഖിക്കുമോ? അതുകൊണ്ട് ഈ കണക്കെടുപ്പിൻ്റെ ഈ അവസാന കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു. എൻ്റെ ജനമോ രക്ഷിക്കപ്പെട്ടില്ല. ഈ ദൈവത്തിൻ്റെ ദുഃഖം മാറ്റാൻ തക്കവണ്ണം ജീവിതം ക്രമപ്പെടുത്തുവാൻ ഓടലാകാൻ സാധിക്കും. 75 വർഷം പള്ളിയായി നിലനിൽക്കുന്നു. 100 ആകുമ്പോൾ എങ്ങനെ? അച്ഛന്മാരുണ്ട് പള്ളിയിൽ നിന്ന് 2 പേരെ കൊടുത്തു. 100 വർഷമാകുമ്പോൾ എത്രവും വേണ്ട? 70, 80 ആകുമ്പോൾ 2 പേരെ കൂടെ കൊടുക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ വേല ചെയ്യാൻ, സുവിശേഷം പറയാൻ അംഗസംഖ്യ കുറവാണെങ്കിലും നിങ്ങൾക്കത് കഴിയണം. നിങ്ങളുടെ മക്കളെ എങ്ങനെ പ്രേരിപ്പിക്കണം. എൻ്റെ ദുഃഖം ഈ പിള്ളേർ കേൾക്കുന്നില്ല, പിന്നെ ആരോട് പറയുന്നെന്നുള്ളത്. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിൻ്റെ മഹാകരുണയ്ക്ക് വേണ്ടി സ്തോത്രം. ചോദിക്കാതെ ഞങ്ങൾക്കൊരു ജന്മം തന്നല്ലോ, ഈ ഭൂമിയിൽ പിറക്കാനൊരു ഭാഗ്യം തന്നല്ലോ. സത്യസന്ധരായ ഭക്തരുമായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സ്തോത്രം. അവരുടെ സന്തതികളായി ജനിപ്പാൻ ഭാഗ്യം തന്നതുകൊണ്ട് സ്തോത്രം. സിഹിയോൻ എന്ന പേരിൽ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തന്നതുകൊണ്ട് സ്തോത്രം. കഠിനമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ മധ്യത്തിൽ, എന്നാൽ ദൈവവിശ്വാസത്തിൽ ഉറച്ച അവരെല്ലാവരും ചേർന്ന് ഒരു മൺകൂടാരം ഇവിടെ ഒരുക്കിയല്ലോ. മനോഹരമായൊരു പള്ളി 75 വർഷമായപ്പോൾ പൂർത്തിയാക്കാൻ സഹായിച്ചു. നിന്നെ അനുസരിപ്പാനും സ്നേഹിപ്പാനും ഞങ്ങളെ പഠിപ്പിച്ച പൂർവികരായ എല്ലാവർക്കും വേണ്ടി സ്തോത്രം. ഞങ്ങളെ ശുശ്രൂഷ എല്ലാ മാന്യ വൈദികർക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരായ തിരുമേനിമാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം. മാർത്തോമാ സഭയോട് ബന്ധവും കൂറുമുള്ളവരായി വളരുവാൻ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് സ്തോത്രം. സാക്ഷ്യമുള്ള കുടുംബങ്ങളായി ഞങ്ങളെ നിലനിർത്തുന്ന ദൈവമേ, ഞങ്ങളുടെ മക്കളോട് ചേർന്ന് നിനക്ക് സ്തുതി പറയുവാൻ, എന്നെ നമിക്കുവാൻ സഹായിക്കണമേ. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, അനുഗ്രഹത്തിൻ്റെതായ നാളുകൾ എല്ലാം തന്നു. എന്നാലും ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ദുഃഖം മാറ്റിത്തരുവാൻ
തുണയ്ക്കണമേ. അതിനുള്ളൊരു ഉപശാന്തിയും പ്രതിശാന്തിയും ഞങ്ങൾക്ക് തരണമേ. കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. നന്മയാൽ നിറയ്ക്കുന്ന യേശുവേ, അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു കൂദാശയാണ് കുമ്പസാരം. കുമ്പസാരത്തിലൂടെയാണ് നാം ദൈവവുമായിട്ട് കുറേ കൂടി അടുക്കുന്നത്. ഒരു തുറന്ന പുസ്തകം പോലെയാണ് കുമ്പസാരം. ദൈവത്തിന് വായിക്കാം. അപ്പോൾ ദൈവം പറയും, ഇന്നിടത്ത് തെറ്റിപ്പോയി, ഇന്നിടത്ത് കുറവുണ്ട്, ഇന്നിടത്ത് വീഴ്ചയുണ്ട്. മക്കളെ സംബന്ധിച്ച് വേണ്ടതുപോലെ കരുതി ജീവിച്ചില്ല, വേണ്ടതുപോലെ അവരെ വേദം പഠിപ്പിച്ചില്ല, പള്ളിയിൽ കൊണ്ടുവന്നില്ല. സാമ്പത്തികമായി ഭൗതികമായ ഉന്നതി മാത്രമേ നിങ്ങൾ കരുതിയുള്ളൂ എന്നൊക്കെ ദൈവം പറയുമ്പോൾ അത് ശരിയാണ് കർത്താവേ എന്ന് പറയുന്നതാണ് കുമ്പസാരം. അനുഗ്രഹകരമായ ചുറ്റുപാട് ദൈവം നമുക്ക് തന്നു, സാമ്പത്തികമായ ഉയർച്ച നമുക്ക് തരുന്നു. എല്ലാറ്റിനും ദൈവത്തിന് സ്തുതി. എന്നാൽ അതിലെല്ലാം വീഴ്ചയുണ്ട് ദൈവമേ, ഇത് ദൈവത്തോട് ഏറ്റു പറയാം. അങ്ങനെ ദൈവത്തോട് തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു, ക്ഷമ തരുന്നു എന്നുള്ളതാണ്, ഉറപ്പാണ് കുമ്പസാരം. അങ്ങനെ ദൈവസന്നിധിയിൽ ഉറപ്പ് ലഭിച്ചവർ ദൈവം ഒരുക്കുന്ന വിരുന്നാണ് വിശുദ്ധ കുർബാന.